നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കഴിഞ്ഞ വീഡിയോ കാണാത്തവരൊക്കെ വേഗം തന്നെ പോയി കാണാം, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ ഏറ്റവും ബ്യൂട്ടിഫുൾ സ്പോട്ടാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. ഫോട്ടോയിലും വീഡിയോയിലും എല്ലാവരും ഇങ്ങോട്ടേക്കാണ് വരുന്നത്. അല്ലെങ്കിൽ ഒന്ന് റിലാക്സ് ചെയ്യാനൊക്കെ ആയാലും, അല്ലെങ്കിൽ വീട്ടിൽ ഇപ്പോൾ ആ ഗസ്റ്റൊക്കെ വന്നാലും പെട്ടെന്ന് തന്നെ നമ്മൾ എല്ലാവരുമായിട്ടൊന്ന് ചില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പെട്ടെന്ന് തന്നെ വരുന്നത് ഇങ്ങോട്ടേക്കാണ്. അപ്പോൾ നമ്മുടെ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ വയലുണ്ട്, അതുപോലെ തന്നെ ആമ്പൽക്കുളമുണ്ട്, അതുപോലെ തന്നെ പശുക്കളായാലും എല്ലാവരും ഇവിടെ കൊണ്ടുവന്ന് കിട്ടുന്നത്. അപ്പം നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ഫേവറേറ്റ് പ്ലേസ് ആണിത്. ഈ വയലും ഇതൊക്കെ കാണുമ്പോൾ പപ്പായ്ക്ക് പെട്ടെന്ന് അറ്റാച്ച്മെന്റ് തോന്നും, അല്ലെ മറക്കാൻ പറ്റാത്ത കുറച്ച് മെമ്മറീസ് ഒന്ന് ഷെയർ ചെയ്യാമോ? ഇവിടെ നമുക്ക് മറക്കാൻ പറ്റുന്ന ഒരു സ്ഥലമല്ല, കാരണം ഞാൻ ജനിച്ച് വളർന്ന ഒരു സ്ഥലമാണ്. പക്ഷെ അന്ന് ഒരുപാട് മാറിപ്പോയി സ്ഥലം. കാരണം ഇതിങ്ങനൊന്നും അല്ലായിരുന്നു, നല്ല ഭംഗിയായിരുന്നു ഇവിടെ കാണാനും. ഇപ്പം ഇതിനകത്തെ ഈ കലങ്ങ് ഈ കെട്ടി ഇതെല്ലാം ഇടിഞ്ഞു പോയി. പക്ഷെ നല്ലതായിരുന്നു നമുക്ക് വന്ന് ഇരിക്കാനും ഇവിടെ കളിക്കാനും സന്തോഷിക്കാനും എല്ലാം. ഞാനൊരു ദിവസം ഒരു 4 മണിക്കൂറെങ്കിലും കുറഞ്ഞത് ഇവിടെ തന്നെ ചിലവാക്കിക്കൊണ്ടിരുന്നു. നമ്മുടെ ഇവിടങ്ങളിൽ ഈ ഏരിയ എങ്ങനെയാണ് കൂടുതൽ അറിയപ്പെടുന്നത്? ഇത് നമ്മുടെ പാലക്കൽ ചാല്, പണ്ടേ അങ്ങനെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പാലക്കൽ ചാല്, തോട്, ഇതെല്ലാം അങ്ങനെയാണ് നമ്മളിവിടെ ഇതിനെ സംബോധന ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ കൊച്ചിലെ മുതലുള്ള എല്ലാം ഫുൾ ഇവിടാണ് പപ്പ ഇവിടെ കുളിക്കുന്നതും ചൂണ്ടയിടും ഇതൊക്കെയായിരുന്നു, മീൻ പിടിക്കുന്നത്, ഇതെല്ലാം ഇവിടെ തന്നെ ആയിരുന്നു. ഒരുപാട് കൂട്ടുകാരുണ്ടായിരുന്നു, എല്ലാവരും അവിടെ ഇവിടെയൊക്കെ ആയി ഓരോ ജോലിയിലും അവിടെ ഇവിടെയൊക്കെ പോയിരിക്കുകയാണ്. ഇടയ്ക്കിടയ്ക്ക് അവരെയൊക്കെ കണ്ടുമുട്ടാറുണ്ട്. ഇപ്പൊ ഈ കാഴ്ചകളൊക്കെ കുറഞ്ഞു വരുന്നുണ്ട്. കാരണം ഇതിന്റെ ഭംഗി പോയി, പഴയ ആ ഭംഗി നഷ്ടപ്പെട്ടു എന്ന് വേണം പറയാൻ. കാരണം ഇത് വയല് ആയിരുന്നു, പിന്നെ നെല്ലും ഒക്കെ ഉള്ള പാടങ്ങളായിരുന്നു. ഇപ്പൊ അതൊന്നും ഇല്ലല്ലോ. ഇപ്പൊ എല്ലാം ഇതുപോലെ പോച്ചയും കയറി ഇങ്ങനെ കിടക്കുക. പൊതുവെ ഇപ്പൊ ഇതുപോലുള്ള വയലുകളൊക്കെ കാണാൻ പൊതുവെ കുറവാണ്. അപ്പൊ നമ്മുടെ ഈ ഏരിയയിൽ ഇപ്പൊ ഇങ്ങനെ സ്ഥലമുള്ളത് തന്നെ ഒരു ഭാഗ്യം തന്നെ അല്ലേ? നമ്മൾ ഇപ്പം പിന്നെ ഓല, പഴയ കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തെങ്ങ് ഇഷ്ടംപോലെ തെങ്ങുള്ള സമയമായിരുന്നു. അത് ഓലയൊക്കെ ഇപ്പോഴത്തെ എന്ന് പറഞ്ഞാൽ തെങ്ങിലങ്ങ് ഓലയില്ല. പണ്ടെന്ന് പറഞ്ഞാൽ എല്ലാം നല്ല ഓലയും തേങ്ങയൊക്കെ ഉള്ളൊരു സമയമായിരുന്നു. തെങ്ങും തോപ്പൊക്കെ ഉള്ള ഇഷ്ടംപോലുള്ള സമയമായിരുന്നു. ഇപ്പം എല്ലാം പോയല്ലോ. അപ്പോൾ അതുകൊണ്ട് അന്ന് ഓലയ്ക്കൊന്നും ക്ഷാമമില്ല. അന്നത്തെ സൈസ് ഒരു ഓല ഇപ്പോൾ കാണാനേ ഇല്ല. എന്ന് പറഞ്ഞാൽ ഒരൊറ്റ പിന്നെ ഇതിന് പോലും കേടില്ലാത്ത, കംപ്ലൈൻ്റ് ഇല്ലാത്ത ഓലയായിരുന്നു അന്ന് ഉള്ളത്. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം മുറിഞ്ഞും എടുത്തുമൊക്കെ ഉള്ള ഓലകളാണ്. പിന്നെ അതെന്ന് പറഞ്ഞാൽ അന്നൊക്കെ എന്ന് പറഞ്ഞാൽ നല്ല ഓലയാണ്. അത് കൊണ്ടുവന്ന് നമ്മൾ മെടഞ്ഞാണ് ഈ വീടിൻ്റെ മണ്ടയ്ക്ക് നമ്മൾ വീട് മേയുന്നത്. ഇവിടുന്നൊക്കെ തന്നെ ഓലയൊക്കെ നമ്മൾ പിന്നെ ഇവിടുന്ന് തന്നെ മേടിക്കുന്നത്. പിന്നെ മേടിച്ച് കൊണ്ടുപോയി നമ്മൾ കെട്ടി, അത് ഇച്ചിരി ചടങ്ങാത്. കാരണം പിന്നെ അത് നമ്മൾ കെട്ടണം. 10-20 ഓല ഒരുമിച്ച് വെച്ച് കീറിയിട്ട് ഒരുമിച്ച് വെച്ച് നമ്മൾ കെട്ടും കഴിയുമ്പോൾ ഒരു കെട്ടാവും. അങ്ങനെ 20 കെട്ട് ഓലയാണ് നമ്മൾ എൻ്റെ വീടിന് വേണ്ടി ഞാൻ എടുക്കുന്നത്. അപ്പോൾ അത് നമ്മൾ തലേ ചുമന്ന് ഇവിടെ കൊണ്ടുവന്ന് ഈ തോട്ടി കൊണ്ടിട്ട് കുതിർത്ത് 2 ദിവസം കഴിഞ്ഞ് അങ്ങനെ അത് നമ്മൾ കൊണ്ടുവരുന്ന വെയിറ്റ് അല്ല ഇവിടുന്ന് തിരിച്ച് അങ്ങോട്ട് കൊണ്ടുപോകുമ്പോൾ. കാരണം വെള്ളം കയറി കുതിർന്ന് കഴിയുമ്പോൾ നമുക്കിത് ഒരു കെട്ടോലെ ഒരാൾ വലിയ പാടുപെട്ട് വേണം എടുക്കാൻ, പൊങ്ങത്തില്ല മേളോട്ട്. അത് വെള്ളത്തോടു കൂടിയാണല്ലോ കൊണ്ടുപോകേണ്ടത്. അപ്പോൾ അത് അങ്ങനെയൊക്കെ ആയിരുന്നു അന്നത്തെ ഒരു കാലം എന്ന് പറഞ്ഞാൽ. അതിപ്പോൾ ഉള്ള ആളുകൾക്കൊക്കെ അത് അറിയാൻ പാടായിരിക്കും, അത് കാണണം. എനിക്ക് നേരിട്ട് കാണിക്കണമെന്നൊക്കെ ഉണ്ട്. പക്ഷേ ഓലയുടെ ക്ഷാമം കൊണ്ടാണ്. ഇല്ലെങ്കിൽ ഞാൻ തന്നെ അതിപ്പം ഇവിടെ കൊണ്ടിട്ട് കുതിർത്ത് കൊണ്ടുപോകുന്നതൊക്കെ ഞാൻ കാണിക്കാമായിരുന്നു. കാരണം ഇപ്പോൾ ഉള്ള ആളുകളൊക്കെ അത് കണ്ടിരിക്കണം. പുതുതലമുറകൾ, പഴയ തലമുറ തന്നെ, ഞങ്ങളുടെയൊക്കെ ഒരു കാലം അത് നല്ലൊരു കാലം തന്നെ ആയിരുന്നു. ഇനി അത് ഉണ്ടാകാൻ സാധ്യത കുറവാണ്. ഇനി അങ്ങോട്ട് അങ്ങനെയൊന്നുമുള്ള ഞങ്ങൾക്ക് ഞങ്ങളുടെ കാലം നല്ലതായിരുന്നു. ഇപ്പോൾ പുതിയ തലമുറകൾക്ക് അവർക്ക് ചിലപ്പോൾ ഇതായിരിക്കും ഇഷ്ടപ്പെടുന്നത്. പക്ഷേ ഞങ്ങൾക്കൊരിക്കലും ഇപ്പോഴത്തെ ഈ ഒരു യുഗം ഞങ്ങൾക്കൊരിക്കലും ഇഷ്ടപ്പെടത്തില്ല. കാരണം ഞങ്ങൾ വളർന്നു വന്ന വഴി നല്ല സ്വാതന്ത്ര്യമായിട്ട്, നല്ല വഴക്കില്ല, ഒരു പ്രശ്നങ്ങളില്ല. പിന്നെ ഇപ്പോൾ ഉള്ള നടക്കുന്ന കാണാൻ വയ്യ കുത്തും വെട്ടുപിടി അതൊന്നുമില്ലാത്ത നല്ലൊരു കാലഘട്ടം. ഞങ്ങൾ ജനിച്ച് വളർന്ന അങ്ങനെ ഒരു ലോകത്തായിരുന്നു ഞങ്ങളുടെ ജീവിതം. ഫോണില്ല, ഒന്നുമില്ല, ഒരു കാര്യങ്ങളും ഇല്ല. അടിച്ചു പൊളിക്കുമായിരുന്നു.
ഇതൊക്കെയാണ് പപ്പയുടെ പഴയകാല ഓർമ്മകൾ. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്കും ഇതുപോലെ നമുക്കറിയാൻ പറ്റാത്ത അല്ലെങ്കിൽ ഇതുപോലൊക്കെ ഓരോ സ്പോട്ടുകളൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ പഴയകാല ഓർമ്മകളൊക്കെ ഇതുപോലൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളും താഴെ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതുപോലൊക്കെ ഉള്ളത് നിങ്ങളും ഇതുപോലൊക്കെ ഉള്ളതൊക്കെ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുക. അപ്പോൾ നമ്മുടെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇതുപോലത്തെ വെറൈറ്റി വീഡിയോ ആയിട്ട് നമ്മൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പം ബൈ.